ആലപ്പുഴ മെഡിക്കൽ കോളേജിൽ ചികിത്സാ ചിലവ് താങ്ങാനാകാതെ നവജാത ശിശുവുമായി നെട്ടോട്ടമോടിയ യുവതിയുടെ ദയനീയാവസ്ഥ കഴിഞ്ഞ ദിവസം ന്യൂസ് 18 റിപ്പോർട്ട് ചെയ്തതാണ്. അമ്മയും കുഞ്ഞും പദ്ധതിയിൽ ഉൾപ്പെട്ടിട്ടും കുഞ്ഞിന് സൗജന്യ ചികിത്സ ലഭിക്കാത്തതിനെ തുടർന്ന് ആ പിഞ്ചു കുഞ്ഞിന്റെ ജീവൻ നഷ്ടപ്പെട്ടു എന്ന് ഏറെ സങ്കടത്തോടെയാണ് പറയേണ്ടി വരുന്നത്. താമരക്കുളം സ്വദേശിനി ബിജിയുടെ കുഞ്ഞാണ് ചികിത്സ കിട്ടാതെ മരിച്ചത്. വാടക വീട്ടിൽ താമസിക്കുന്ന ബിജിയുടെ കുഞ്ഞിന്റെ സംസ്കാരം ആശുപത്രിയിലെ സന്നദ്ധ പ്രവർത്തകർ ഇടപെട്ടാണ് നടത്തിയത്. മാതൃയാനം പദ്ധതി പ്രകാരം പ്രസവിച്ച സ്ത്രീയെ വാഹനത്തിൽ വീട്ടിലെത്തിക്കേണ്ട ചുമതല ആശുപത്രിക്കാണ്. എന്നാൽ അധികൃതർ വാഹന സൗകര്യം നൽകാത്തതിനാൽ പ്രസവിച്ച ദിവസങ്ങൾ മാത്രമായ ബിജിയും വർക്ക്ഷോപ്പ് തൊഴിലാളിയായ ഭർത്താവും ബസ്സിലാണ് വീട്ടിലേക്ക് മടങ്ങിയത്. ആലപ്പുഴ മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ മരണമടഞ്ഞ നവജാത ശിശുവിനെ സംസ്കരിക്കുവാൻ ഇടവില്ലാതെ വിഷമിക്കുന്ന മാതാപിതാക്കളുടെ ദൈന്യത അറിഞ്ഞുകൊണ്ടാണ് ഞാൻ ആശുപത്രിയിലെത്തിയത്. അവിടെ എത്തിയപ്പോൾ കണ്ട കാഴ്ച വളരെയേറെ പ്രയാസമേറിയതായിരുന്നു. വർക്ക്ഷോപ്പ് ജീവനക്കാരനായ രതീഷ്, ഭാര്യ ബിജി, അവർ ആ മൃതദേഹം വെച്ചുകൊണ്ട് സംസ്കരിക്കുവാൻ സ്വന്തമായി വീട് പോലുമില്ലാത്ത അവർ വളരെയേറെ പ്രയാസത്തിലായിരുന്നു. ഒടുവിൽ പൊതുപ്രവർത്തകർ ഇടപെട്ടാണ് പൊതുശ്മശാനത്തിൽ സംസ്കരിച്ചത്. മൃതദേഹം സംസ്കരിച്ചതിന് ശേഷം അവർക്ക് നാട്ടിൽ പോകുവാനുള്ള സാമ്പത്തികമായി വളരെയേറെ പ്രയാസം അനുഭവിക്കുന്ന കുടുംബം ഒട്ടേറെ ബുദ്ധിമുട്ടേണ്ടി വന്നു. സംസ്ഥാന സർക്കാർ പ്രഖ്യാപിച്ച മാതൃയാനം പദ്ധതി 3 മാസക്കാലമായി നിർത്തലാക്കി വെച്ചിരിക്കുകയാണ്. അങ്ങനെ അവർ ഒരു സർക്കാർ ബസ്സിലാണ് അവർ താമരക്കുളത്തുള്ള വീട്ടിലേക്ക് പോയത്. ന്യൂസ് 18 ഇവരുടെ വാർത്ത, ഇവരുടെ പ്രയാസങ്ങളും ദുരിതങ്ങളും ന്യൂസ് 18 പുറത്തുകൊണ്ടിരുന്നു. എന്നിട്ടും അധികാരികൾ അവർക്ക് ആവശ്യമായ നടപടികൾ സ്വീകരിക്കാത്തത് പ്രതിഷേധാർഹമാണ്. ശരണ്യ സ്നേഹജൻ വാർത്തയുടെ വിശദാംശങ്ങളുമായി ചേരുന്നു. ശരണ്യ, വലിയ ദുഃഖകരമായ വാർത്തയാണ് നമ്മൾ പ്രേക്ഷകരുമായി പങ്കുവയ്ക്കുന്നത്. കഴിഞ്ഞ ദിവസം ശരണ്യ തന്നെ റിപ്പോർട്ട് ചെയ്തതാണ് അമ്മയും കുഞ്ഞും പദ്ധതിയിലെ ആ വലിയ പിഴവ് അല്ലെങ്കിൽ അനാസ്ഥ എന്നുള്ളത്. ഇപ്പോൾ ആ കുഞ്ഞു മരിച്ചിരിക്കുന്നു എന്ന വാർത്ത വരുന്നു. എന്താണ് കുടുംബം പറയുന്നത്? വിവരങ്ങൾ. അശ്വതി, ഈ കുട്ടികൾക്ക് ചികിത്സ കിട്ടാത്തതല്ല, മറിച്ച് സൗജന്യ ചികിത്സയുടെ ഭാഗമായി അമ്മയും കുഞ്ഞും പദ്ധതിയിൽ ഉൾപ്പെട്ട അമ്മമാരാണ് കഴിഞ്ഞ ദിവസം അവരുടെ ഗതികെട്ട സാഹചര്യം ന്യൂസ് 18 മുന്നിലേക്ക് വിവരിച്ചത്. അവിടെ ന്യൂബോൺ ICUവിൽ വെന്റിലേറ്ററിലടക്കം ചികിത്സയിലുള്ള JSSK എന്ന സർക്കാരിന്റെ സൗജന്യ ചികിത്സാ പദ്ധതിയിൽ ഉൾപ്പെട്ട അമ്മമാർക്കാണ് ഇത്തരത്തിൽ വില കൊടുത്ത് മരുന്നുകൾ പുറത്തേക്ക് വാങ്ങേണ്ടി വരുന്ന സാഹചര്യം ഉണ്ട് എന്നവർ നമ്മളോട് തുറന്നു പറഞ്ഞത്. മാത്രമല്ല, കുട്ടികൾ ഗുരുതരാവസ്ഥയിലായി സാമ്പത്തികമായി ചികിത്സയ്ക്ക് വേണ്ടി പണം കണ്ടെത്താനാവാതെ തങ്ങൾ വിഷമിക്കുകയാണ് എന്നുള്ളതാണ് അവർ നമ്മളോട് കണ്ണീരോടെ വ്യക്തമാക്കിയത്. അത്തരത്തിൽ നമ്മളോട് ഈ പ്രതിസന്ധി തുറന്നു പറഞ്ഞ 2 അമ്മമാരിൽ ഒരാളുടെ കുട്ടിയാണ് ഇന്നലെ വൈകിട്ടോടുകൂടി മരണപ്പെട്ടത് എന്നുള്ളതാണ് ഏറ്റവും ദുഃഖകരം. ആ കുഞ്ഞിന്റെ ചികിത്സയ്ക്ക് വേണ്ടി യാതൊരു നിവർത്തിയുമില്ല എന്ന് പറഞ്ഞുകൊണ്ട് ആ അമ്മ നമ്മളെ സമീപിച്ചിരുന്നു. അതായത് ദിവസേന 1000 രൂപയോളം വില വരുന്ന മരുന്നുകളാണ് നൂറനാട് താമരക്കുളം സ്വദേശിയായ ബിജിയുടെ കുട്ടിക്ക് വേണ്ടി വാങ്ങി നൽകേണ്ടിയിരുന്നത്. ഈ സാധാരണ അമ്മയും കുഞ്ഞും പദ്ധതി പ്രകാരം അമ്മയ്ക്ക് 40 ദിവസവും കുട്ടിക്ക് 1 വർഷം വരെയും സർക്കാർ സൗജന്യ ചികിത്സ ഉറപ്പുവരുത്തുന്നുണ്ട്. ഒപ്പം തന്നെ ആശുപത്രിയിൽ നിന്ന് മടങ്ങിപ്പോകുന്ന അമ്മയ്ക്കും കുഞ്ഞിനും വാഹന സൗകര്യം ഉൾപ്പെടെ ഏർപ്പാട് ചെയ്തുകൊണ്ട് അവരെ വീട്ടിലെത്തിച്ച് സുരക്ഷിതമായി അതിന്റെ പണച്ചിലവടക്കം വഹിക്കണം എന്നുള്ളതാണ് ഈ പദ്ധതി. JSSK എന്ന കേന്ദ്ര പദ്ധതിയുടെ ഭാഗമായാണ് സംസ്ഥാന സർക്കാർ കേന്ദ്രം 60% സംസ്ഥാന സർക്കാർ 40% പണം ഈ പദ്ധതിക്കായി വിനിയോഗിച്ചുകൊണ്ട് അമ്മയും കുഞ്ഞും പദ്ധതി എന്നുള്ള രീതിയിൽ ജനനി സുരക്ഷാ കാര്യക്രമം എന്ന പദ്ധതി കേരളത്തിൽ നടപ്പിലാക്കിയത്. അതുകൊണ്ട് തന്നെ ഈ പദ്ധതി പല ഘട്ടങ്ങളിലായി ഇപ്പോൾ താളപ്പിഴയിലേക്ക് പോകുന്നു എന്നുള്ളത് നമ്മൾ കഴിഞ്ഞ ദിവസം ചൂണ്ടിക്കാട്ടിയിരുന്നു. കാരണം ആലപ്പുഴ മെഡിക്കൽ കോളേജിലെ ചികിത്സയിൽ ഇരിക്കുന്ന നവജാത ശിശുക്കളുടെ അമ്മമാർക്കും കുട്ടികൾക്കും വളരെ അധികം മരുന്നുകൾ, അതായത് പാരസെറ്റമോൾ ഒക്കെ പോലുള്ള ചെറിയ ചെറിയ മരുന്നുകൾ മാത്രമാണ് അകത്തുനിന്ന് കൊടുക്കുന്നത്. ബാക്കിയുള്ള എല്ലാ മരുന്നുകളും പുറത്തുനിന്ന് വാങ്ങേണ്ട ദിവസേന സാധാരണ വളരെയധികം സാമ്പത്തിക ബുദ്ധിമുട്ട് നിൽക്കുന്ന ആളുകളാണ് ഈ സർക്കാർ ആശുപത്രികളിലേക്ക് എത്തുന്നത്. ദിവസേന അവർക്ക് ഇത്തരം വലിയ വില കൂടിയ മരുന്നുകൾ വാങ്ങുന്നത് താങ്ങാൻ കഴിയില്ല എന്നുള്ളതായിരുന്നു ബിജു ഉൾപ്പെടെയുള്ള അമ്മമാർ നമ്മളോട് പറഞ്ഞത്. ഏറ്റവും ദുഃഖകരമെന്ന് പറയട്ടെ, ബിജിയുടെ കുഞ്ഞ് ഇന്നലെ വൈകിട്ടോടുകൂടി മരണപ്പെട്ടതിന് ശേഷം ഉണ്ടായ സംഭവങ്ങളും അതീവ ദുഃഖകരമായിരുന്നു. അതായത് നേരത്തെ നമ്മൾ കേട്ട വ്യക്തിയുടെ വാക്കുകൾ, അതായത് ആലപ്പുഴ മെഡിക്കൽ കോളേജിന്റെ പ്രവർത്തനങ്ങളുമായി ബന്ധപ്പെട്ടുള്ള സ്റ്റാൻഡിംഗ് കമ്മിറ്റി അംഗമാണ് UM കബീറാണ് നേരത്തെ സംസാരിച്ചത്. അദ്ദേഹം പറഞ്ഞത് അവിടെ ബിജി ഉൾപ്പെടെയുള്ള ആളുകൾ, അതായത് ഈ കുഞ്ഞിനെ മൃതദേഹം ഏറ്റുവാങ്ങുമ്പോൾ താമരക്കുളത്ത്
സമീപത്തെ വീട്ടിലേക്ക് കൊണ്ടുപോകാൻ പോലും കഴിയാത്ത അവസ്ഥ അവർക്ക് ഉണ്ടായിരുന്നു എന്നുള്ളതാണ്. അതായത് ഇവരൊരു വാടക വീട്ടിലാണ് താമസിക്കുന്നത്. ഭർത്താവ് ജോലി ചെയ്യുന്നത് ഒരു വർക്ക്ഷോപ്പിൽ ജോലി ചെയ്യുന്ന തൊഴിലാളിയാണ്. 30,000 രൂപയോളം അവർക്ക്, ഈ 30,000 രൂപയും സർക്കാർ വഹിക്കേണ്ട ചിലവാണ്. അവരുടെ കയ്യിൽ നിന്ന് ഈ ചികിത്സയുമായി ബന്ധപ്പെട്ട് 30,000 രൂപയോളം ചിലവാക്കേണ്ടി വന്നു. അത് മാത്രമല്ല, കുഞ്ഞിനെ വാടക വീട്ടിൽ കൊണ്ടുപോയി അവിടെ സംസ്കരിക്കാനുള്ള സംവിധാനം പോലും ഇല്ലാത്ത പാവപ്പെട്ട മനുഷ്യരായിരുന്നു ഇത്രയും ദിവസം ആ മെഡിക്കൽ കോളേജിനുള്ളിൽ സ്ട്രഗിൾ ചെയ്തത് എന്നുള്ളതാണ്. അവസാനം ഈ ആശുപത്രി സ്റ്റാൻഡിംഗ് കമ്മിറ്റിയുടെ, ആശുപത്രി വികസന കമ്മിറ്റിയും അവിടുത്തെ സന്നദ്ധ പ്രവർത്തകരും ചേർന്ന് പൊതു ശ്മശാനത്തിൽ, ആലപ്പുഴയിലെ തന്നെ പൊതു ശ്മശാനത്തിൽ ഈ കുഞ്ഞിന്റെ മൃതദേഹം മറവ് ചെയ്യുന്നതിന് വേണ്ടിയുള്ള ഇവരുടെ അവസ്ഥ കണ്ടിട്ട് സൗകര്യം ഒരുക്കി നൽകുകയായിരുന്നു. ആശുപത്രിയിൽ നിന്ന് തൊട്ടടുത്തുള്ള പൊതു ശ്മശാനം വരെ ആംബുലൻസിൽ ഇവരെ എത്തിച്ച ഈ ആശുപത്രി സംവിധാനത്തിൽ നിന്ന് പിന്നീട് താമരക്കുളത്തേക്കുള്ള വീട്ടിലേക്ക് ഈ കുഞ്ഞു മരണപ്പെട്ട അമ്മയും അമ്മ 19 ദിവസം മാത്രമേ പ്രസവം കഴിഞ്ഞിട്ടായിട്ടുള്ളൂ. ആ അമ്മയും ഭർത്താവിനെയും വീട്ടിലേക്ക് എത്തിക്കുന്നതിനുള്ള നടപടിക്രമങ്ങൾ പോലും അത് പാലിച്ചില്ല എന്നുള്ളതാണ്. അവര് KSRTC ബസ്സിൽ കയറിയാണ് ഇവിടെ നല്ല ദൂരമുള്ള താമരക്കുളത്തേക്ക് ബസ്സിലാണ് ആ അമ്മയും അച്ഛനും പോയത് എന്നുള്ളതാണ്. അതായത് ഇത്രയധികം നിർധനരായ മനുഷ്യരാണ് കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെയും നമ്മളുടെ മുന്നിൽ വന്ന് സാമ്പത്തികമായി വലിയ പ്രതിസന്ധി നേരിടുന്നു, തങ്ങൾക്ക് അർഹതപ്പെട്ട ചികിത്സാ സഹായം ഒരുക്കി നൽകുന്നതിന് വേണ്ടി ഇടപെടൽ വേണമെന്നുള്ള കാര്യങ്ങൾ പറഞ്ഞുകൊണ്ട് അവർ നമ്മുടെ മുന്നിലേക്ക് വന്നത്. എന്തായാലും അത്തരത്തിൽ ആവശ്യമുന്നയിച്ച ഒരു അമ്മയ്ക്ക് ഇപ്പോൾ കുഞ്ഞിനെ നഷ്ടപ്പെട്ടിരിക്കുന്നു. അശ്വതി, ശരി, വളരെ ഗൗരവമുള്ള വിഷയമാണ്. ശരണ്യ സ്നേഹജനാണ് ആലപ്പുഴയിൽ നിന്നും വിവരങ്ങൾ നൽകിയത്.